friends, welcome to my channel. This is Deepthi from Dake Institutions, Elizabethan Age Part 3, starting from Metaphysical Poets. John Donne founded a new school of poetry introduced by Dryden as metaphysical. The term metaphysical was coined by Dr. Johnson. The great exponents of the school were John Donne, Andrew Marvell, George Herbert, റിച്ചാർഡ് ക്രാഷോ, ഹെൻറി വോൺ ആൻഡ് എബ്രഹാം കൗലി. അപ്പോൾ ആക്ച്വലി ഈ മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് പോയട്രിയാണ്. ഈ സ്കൂൾ ഓഫ് പോയട്രി ഫൈൻഡ് ചെയ്തത് മെയിൻ ലീഡർ ചീഫ് എക്സ്പോണൻ്റ് ഓഫ് ദിസ് മെറ്റാഫിസിക്കൽ പോയട്രി വാസ് ജോൺ ഡൺ. ആൻഡ് ഈ ഒരു ജോൺ ഡൺ ഫൈൻഡ് ചെയ്ത ഈ മെറ്റാഫിസിക്കൽ സ്കൂളിന് ഈ ഒരു മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ ഡ്രൈഡൻ. ഓക്കെ, ഈ രണ്ട് ടേംസ് മെറ്റാഫിസിക്കൽ 2 ടേംസ് ആയിരുന്നു. ഈ 2 ടേംസിനെ കോയിൻ ചെയ്തത് ഡോക്ടർ ജോൺസൺ. ഓക്കെ, അതാ അതിൻ്റെ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർ ഫാർ ഫെച്ച്ഡ് ഇമേജസ് യൂസ് ചെയ്യുന്നവരാ, മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് യൂസ് ചെയ്യുന്നവരാ. ഓക്കെ, പിന്നെ അവർ ബിയോണ്ട് ഫിസിക്കൽ എന്ന് പറയുന്ന ഐഡിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അതിൽ മേജർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്, മേജർ പോയറ്റ്സ് എന്ന് പറയുന്നത് ജോൺ ഡൺ, ആൻഡ്രൂ മാർവൽ, ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷോ, ഹെൻറി വോൺ ആൻഡ് എബ്രഹാം കൗലി, പിന്നെ നമ്മുടെ ജോൺ ഡൺ. ഓക്കെ, ഇതാ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അപ്പോൾ നമ്മൾ എഡ്മണ്ട് സ്പെൻസർ മുതൽ തോമസ് വ്യാട്ട്, ഹെൻറി ഹോവാർഡ്, എൾ ഓഫ് സറേ, ഫിലിപ്പ് സിഡ്നി, വില്യം ഷേക്സ്പിയർ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആകുമ്പോൾ എലിസബത്തൻ പോയട്രി കംപ്ലീറ്റ് ആവുന്നു. നെക്സ്റ്റ് ഈസ് എലിസബത്തൻ പ്രോസ്. എലിസബത്തൻ പ്രോസിൽ ഫസ്റ്റ് മേജർ റൈറ്റർ ഈസ് ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കൺ, ഹി വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ. ഓക്കെ, ഫ്രാൻസിസ് ബേക്കൺ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ കേട്ടോ. അതുപോലെ ഫ്രാൻസിസ് ബേക്കൺ not only introduced a new literary form into English but also rendered a considerable service to the development of English prose. അല്ല, ഇംഗ്ലീഷ് പ്രോസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള സർവീസ് ചെയ്യുകയായിരുന്നു ഏതാ? ഫ്രാൻസിസ് ബേക്കൺ അല്ലേ. ഫ്രാൻസിസ് ബേക്കൺ പുതിയൊരു ലിറ്റററി ഫോമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എസ്സേ എന്ന് പറയുന്ന, ഇംഗ്ലീഷ് എസ്സേ എന്ന് പറയുന്ന ആ ഒരു ന്യൂ ലിറ്റററി ഫോമാണ് ഫ്രാൻസിസ് ബേക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഹി വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ കേട്ടോ. അതിനുശേഷം നമ്മൾ തോമസ് മോർ, യൂട്ടോപ്പിയ അല്ലേ, തോമസ് മോറിൻ്റെ ഫേമസ് ആയിട്ടുള്ള വാക്കാണ് യൂട്ടോപ്പിയ. യൂട്ടോപ്പിയ എന്ന് പറയുന്ന ആ ഒരു ഐഡിയൽ സ്റ്റേറ്റിനെ ഇമേജിൻ ചെയ്യുന്നു ആരാ? തോമസ് മോർ, യൂട്ടോപ്പിയ എന്ന് പറയുന്ന പ്രോസ് വർക്കിലൂടെ. ആൻഡ് നെക്സ്റ്റ് ഇസ് തോമസ് മോർ, he wrote Utopia in Latin and was later translated into English by Ralph Holinshed. നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ റാൽഫ് ഹോളിൻഷെഡ്. തോമസ് മോർ യൂട്ടോപ്പിയ എന്ന് പറയുന്ന വർക്ക് എഴുതിയിരിക്കുന്നത് ലാറ്റിനിലാണ്. ആൻഡ് ലേറ്റർ ഇതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് റാൽഫ് ഹോളിൻഷെഡ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ കുറച്ച് റൈറ്റേഴ്സ്, പ്രോസ് റൈറ്റേഴ്സാണ് കേട്ടോ. അപ്പം യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് ജോൺ ലില്ലി, പ്രോസ് റൈറ്റർ. ഓക്കെ, പിന്നെ ജോൺ ലില്ലി, റിച്ചാർഡ് ഹുക്കർ, അവരൊക്കെ എന്താ പ്രോസ് റൈറ്റർ. പിന്നെ നമ്മൾ ഫിലിപ്പ് സിഡ്നിയെ കുറിച്ച് മെൻഷൻ ചെയ്യണം. ഫിലിപ്പ് സിഡ്നി ആസ് എ പ്രോസ് റൈറ്റർ. ഫിലിപ്പ് സിഡ്നി ഒരു ഫേമസ് ആയിട്ടുള്ള പ്രോസ് റൊമാൻസ് എഴുതിയിട്ടുണ്ട്, ആർക്കേഡിയ എന്ന് പറയുന്ന പ്രോസ് റൊമാൻസ്. ഓക്കെ, പിന്നെ നേരത്തെ മെൻഷൻ ചെയ്തു ജോൺ ലില്ലിയുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഈസ് യൂഫിസ്റ്റിക് സ്റ്റൈൽ. മീൻസ് ഈ ഒരു അലിറ്ററേഷൻ അസനൻസ് വിറ്റ് അല്ലെ, അലിറ്ററേഷൻ അസനൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് എഴുതുന്ന ആ ഒരു സ്റ്റൈലാണ് ഏതാ? ഇത് യൂഫിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. അലിറ്ററേഷൻ നമുക്കറിയാമല്ലോ, റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ഈസ് കോൾഡ് അലിറ്ററേഷൻ. റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഈസ് നോൺ ആസ് ആസണൻസ്. ഓക്കെ, അപ്പോൾ ഈ അലിറ്ററേഷൻ അസനൻസ് ഒക്കെ കൊടുത്ത് എഴുതുന്നതാണ് ഏതാ? യൂഫിസ്റ്റിക് സ്റ്റൈൽ ബൈ ജോൺ ലില്ലി. ജോൺ ലില്ലിയുടെ പ്രോസ് സ്റ്റൈൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫിലിപ്പ് സിഡ്നിയുടെ ആർക്കേഡിയ എന്ന് പറയുന്ന പ്രോസ് റൊമാൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അഗെയിൻ ഫ്രാൻസിസ് ബേക്കൺ, ദ സ്റ്റൈൽ ഓഫ് ഫ്രാൻസിസ് ബേക്കൺ ഈസ് എപ്പിഗ്രമാറ്റിക് ആൻഡ് അഫോറിസ്റ്റിക്. ഫ്രാൻസിസ് ബേക്കൺ എഴുതുന്ന ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പിഗ്രമാറ്റിക് സ്റ്റൈലാണ്. അതുപോലെ എഫോറിസ്റ്റിക് സ്റ്റൈലിലാണ് ഫ്രാൻസിസ് ബേക്കൺ എഴുതുന്നത്. ആൻഡ് ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേസ് ഒക്കെ വളരെ ഷോർട്ടായിട്ടുള്ള എസ്സേസ് ആണ് ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേസ്. ആൻഡ് ഹിസ് എസ്സേസ് ആർ
ദ എപ്പിറ്റോമി ഓഫ് വേൾഡ്ലി വിസ്ഡം അല്ലേ, വേൾഡ്ലി വിസ്ഡത്തിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേസ്. മെനി ഓഫ് ഹിസ് സെൻറ്റൻസസ് ഹാവ് ബീൻ അറ്റൈൻഡ് ദ യൂണിവേഴ്സൽ കറൻസി ഓഫ് പ്രോവർബ്. ഫ്രാൻസിസ് ബേക്കൻ്റെ പല സെൻറ്റൻസസും ഇന്ന് എന്തിൻ്റെ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്? പ്രോവർബിൻ്റെ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രാൻസിസ് ബേക്കൺ, ഫിലിപ്പ് സിഡ്നി, ജോൺ ലിലി, റിച്ചാർഡ് ഹൂക്കർ, ഇങ്ങനെ വരുന്ന തോമസ് മോർ ഒക്കെ ഇങ്ങനെ വരുന്ന റൈറ്റേഴ്സിലൂടെ എലിസബത്തൻ പ്രോസ് കംപ്ലീറ്റ് ആവുന്നു. നെക്സ്റ്റ് ഈസ് എലിസബത്തൻ ഡ്രാമ. എലിസബത്തൻ ഡ്രാമയിൽ the most important writer the world has ever seen is none other than William Shakespeare.